ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റോം ഹർ ലൈഫ്. അപ്പം നമ്മുടെ ഓരോപ്പോ പാർക്കിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ അതാ നമ്മുടെ ബേബിയൊക്കെ സുഖമായിട്ട് കിടന്ന് വാഗനിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഡേ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ട്രെയിനും നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ട്രെയിനിലും കയറി നമുക്ക് ഒരു പ്ലേസിൽ നിന്ന് ഒരു പ്ലേസിലേക്ക് പോകാവുന്നതാണ്. ഓക്കെ, അങ്ങനെ ഞാനും മോനും ഈ ഒരു റൈഡിലേക്ക് കയറാൻ പോവാണ്. ഇതൊരു ഊഞ്ഞാലാണ്, ഇതിൽ നമുക്ക് ആടാൻ പറ്റും. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് നടന്നപ്പോഴാണ് അവർ തീ കത്തിച്ച് വെച്ചിരിക്കുന്നു. അപ്പം എല്ലാവരുടെയും ഹാൻഡൊക്കെ ഇങ്ങനെ കോൾഡായിട്ട് തണുത്ത് വിറങ്ങലിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൈയൊക്കെ ഇങ്ങനെ വാമാക്കാൻ വേണ്ടിയിട്ട് ഗ്ലൗ ഒക്കെ ഊരി, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ തീ കത്തിക്കുന്നിടത്ത് ഇങ്ങനെ ഓടി ഓടി കൂടുന്നുണ്ട്. എല്ലാവരുടെയും കൈ തണുത്ത്, അറിയാമല്ലോ -7 നമ്മളുടെ കൈയൊക്കെ തണുത്ത്, കാലൊക്കെ തണുത്ത്, മുഖമൊക്കെ ഫേസൊക്കെ നമ്മൾ ഇങ്ങനെ ഒരുപാട് തവണ തണുപ്പിൽ ഇങ്ങനെ എക്സ്പോസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ തണുത്തിങ്ങനെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ പോലും മനസ്സിലാവില്ല. ഞങ്ങൾ രാവിലെ 11 മണി തൊട്ട് നമ്മളിങ്ങനെ നടക്കാൻ തുടങ്ങിയതാണ് കേട്ടോ, ഈ യൂറോപ്പ പാർക്കിൻ്റെ അകത്തൂടെ. അങ്ങനെ അതാണ്ട് ഇവിടുത്തെ ലൈറ്റ്സ് ഒക്കെ ഓണായി. അതാണ് ഞാൻ പറഞ്ഞത്, ഡേ ടൈമിനേക്കാളും യൂറോപ്പ പാർക്ക് നൈറ്റിലാവുമ്പോഴേക്കാണ്, നൈറ്റൊന്നും അല്ല, ഇതൊരു 4:30 ആയതേ ഉള്ളൂ, അപ്പോഴത്തേന് ഇങ്ങനെ ഇരുട്ട് വീഴാൻ തുടങ്ങി. ജർമ്മനിയിൽ വിൻ്ററിൽ അങ്ങനെയാണ്. അങ്ങനെ അതാ ബ്യൂട്ടിഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നതിൻ്റെ കാഴ്ചകളൊക്കെയാണ് നിങ്ങളിവിടെ കാണുന്നത് കേട്ടോ. നല്ല ക്രിസ്മസ് ട്രീസിലൊക്കെ ലൈറ്റ്, അങ്ങനെ ടോട്ടൽ ഒരു വിൻ്റർ വൈബിൽ കൂടെയാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്, പക്ഷേ വിൻ്ററിലെ കാൾട്ടാണ്, ഈ തണുപ്പാണ് സഹിക്കാൻ പറ്റാത്തത്. അങ്ങനെ അതാണ്ട് നമ്മൾ മുമ്പേ കണ്ട ട്രെയിനാണ് ഇതുവഴി പോകുന്നത്. അങ്ങനെ ഇങ്ങനെ ബലൂൺസും അങ്ങനെയൊക്കെ പല റൈഡ്സ് ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പല കാഴ്ചകൾ. ഇവിടെ പോപ്കോൺ കിട്ടും, അങ്ങനെയൊക്കെ സമ്മർ ടൈമിൽ അവിടെ ഐസ്ക്രീം അവൈലബിൾ ആണ് ആ കുഞ്ഞു സ്റ്റോറിൽ. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇങ്ങനെ പല റൈഡുകൾ കണ്ട് കുട്ടികളിങ്ങനെ റൈഡൊക്കെ ചൂണ്ടിക്കാണിക്കുകയാണ്. അങ്ങനെ എല്ലാവരും തണുത്ത് വിറങ്ങലിച്ച് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ പ്ലാൻ ചെയ്യുകയാണ് ഇനി അടുത്ത ഏത് റൈഡിൽ പോകണം. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പല കാര്യങ്ങളായിട്ട് ഇങ്ങനെ യൂറോപ്പ പാർക്കിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജർമ്മനിയിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ ഒരു തവണയൊക്കെ യൂറോപ്പ പാർക്കിൽ പോകാൻ നല്ല വൈബുള്ള സ്ഥലമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 2 days എങ്കിലും ടിക്കറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് അവിടെ വൈബിൽ ഫുള്ളായിട്ട് നമുക്ക് കണ്ടു തീർക്കാൻ പറ്റത്തുള്ളൂ. അവിടെ ഹോട്ടൽസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പം നിങ്ങൾ അങ്ങനെ താല്പര്യമുള്ളവർ അങ്ങനെ ഹോട്ടൽസ് അവൈലബിൾ ആക്കി 2 ദിവസം വന്ന് കാണുക. അവിടെ ഇങ്ങനെ മണിയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പം മോനൊരാഗ്രഹം മണിയൊക്കെ അടിച്ച് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവൻ മണി അടിക്കുന്നു. അവൻ അടിച്ച് കണ്ട് കഴിഞ്ഞപ്പോൾ അപ്പച്ചനാണെങ്കിൽ മണി അടിക്കണമെന്ന് തോന്നി. അങ്ങനെ കണ്ടില്ലേ, അപ്പച്ചനാണെങ്കിൽ പുതച്ച് മൂടി ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര മുഖം എല്ലാം മൂടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പച്ചന്. കാരണം അവർക്ക് ഈ തണുപ്പൊന്നും ശരിക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും പപ്പ ഇത്രയും നേരമൊക്കെ ഇത്രയും തണുപ്പത്ത് നിന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. അങ്ങനെ ഇപ്പം നമ്മളിങ്ങനെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു 3D ആനിമേഷൻ 4D ആനിമേഷൻ മൂവിക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കണ്ടില്ല, അതിൻ്റെ താഴെയൊക്കെ ഇങ്ങനെ സ്റ്റാർ വെച്ച് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ട. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി, തിയേറ്ററിലെത്തി. ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രത്യേകിച്ചൊന്നും വേണ്ട, അവിടെ പോയി ക്യൂ നിന്നാൽ മതി. 4:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 4:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പം അമ്മച്ചി ഇങ്ങനെ 3D കണ്ണാടിയൊക്കെ കാണിക്കുകയാണ്. അവിടെ ഒരു ചിക്കനുണ്ട്. അപ്പം അവനാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം എന്നുള്ള തീമിലാണ് അവർ വെച്ചിരിക്കുന്നത്. അപ്പം മോളെ അതൊക്കെ കാണിച്ചു. അപ്പോഴത്തേന് അവിടുത്തെ തിയേറ്റർ ഓപ്പൺ ആയി. അപ്പോൾ എല്ലാവരും കൂടി തിയേറ്ററിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് ഞാനിവിടെ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓടിക്കൂടി അങ്ങനെ പെട്ടെന്ന് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും സിനിമയിലേക്ക് ഓടിക്കയറുകയാണ്. അങ്ങനെ ഇവിടെയാണ് നമ്മളുടെ 3D മൂവീസ്. അപ്പോൾ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ പതുക്കെ കയറി സീറ്റൊക്കെ ഇരുന്നു. പിന്നെ മോക്ക് ഞാൻ ഇങ്ങനെ കണ്ണാടി വെച്ച് കൊടുക്കുകയാണ്. 3D കണ്ണാടിയുണ്ട്, കുട്ടികൾക്കുള്ള പ്രത്യേകമുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി പീസ്ഫുള്ളായിട്ട് മൂവി കാണാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അന്നേരം നമ്മൾ വീഡിയോ എടുക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ കണ്ടതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. അപ്പോഴാണ് മോൻ ഇങ്ങനെ കാർ ഓടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആഗ്രഹം. അപ്പോൾ ഇങ്ങനെ പല സ്റ്റേഷൻസ് ആയിട്ട് അവരിങ്ങനെ കാർ ഓടിക്കുന്ന സ്ഥലങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ പ്രത്യേകം പൈസ ഇടണം കേട്ടോ. അതിന് ശേഷം മാത്രമേ ഈ മിഷൻ വർക്കാവുള്ളൂ. അപ്പോൾ അവൻ കാറ് ഓടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. മോളും കൂടെ ഇരിപ്പുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അവൾക്ക് ഒരുപാട് ഫണ്ണായിട്ട് തോന്നുന്നുണ്ടെന്ന്. അതുകൊണ്ട്
മോൾക്ക് അവളെ തിരിച്ചെടുത്തു. അങ്ങനെ അവളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മോൻ കാർ ഓടിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെയുള്ള ഗെയിമൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട്. അത് തീർച്ചയായിട്ടും ആൺകുട്ടികൾ അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പം അങ്ങനെ കാറൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയായിട്ട് ഓടിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ കയ്യിൽ നിന്ന് പോകും, ബട്ട് സ്റ്റിൽ അവൻ തിരിച്ച് പിടിച്ച് ഓടിക്കുന്നുണ്ട്. അത് അപ്പുറത്ത് ഒരു കുട്ടി ഇരുന്നിങ്ങനെ കാറ് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തണുപ്പത്ത് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേഷനിൽ കയറി നിൽക്കുമ്പോൾ നമ്മളുടെ തണുപ്പ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കുറയും. അങ്ങനെയും കൂടെ ഉദ്ദേശിച്ചാണ് നമ്മൾ കയറിയത്. പക്ഷേ സ്റ്റിൽ അവൻ നന്നായിട്ട് കാറൊക്കെ ഓടിച്ചിങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കുഞ്ഞു കുട്ടിയല്ലേ, 5 വയസ്സുള്ള കുട്ടിക്ക് അത്രയൊക്കെ അല്ല അവനെ കൊണ്ട് പറ്റുള്ളൂ. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെ പോകണം എന്നൊക്കെ ഞങ്ങൾ അപ്പുറത്ത് നിന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി തണുപ്പാണ്, നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാം എന്ന് കുറച്ച് ആൾക്കാരുടെ എനർജിയൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് അവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. മോനാണെങ്കിൽ ഇതാ ഭയങ്കര കാറോടിയിലും ബഹളമൊക്കെയാണ്. അങ്ങനെ നല്ലൊരു ഫൺ ഡേ ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. തണുപ്പ് ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സൂപ്പറായിരുന്നു. ഡെക്കറേഷൻ സൂപ്പറാണ്, നമ്മളുടെ പല അവൈലബിലിറ്റീസ് ഒക്കെ സൂപ്പറാണ് കേട്ടോ. അങ്ങനെ അവൻ്റെ കാർ ഡ്രൈവിങ് ഫിനിഷായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ക്ലാപ്പൊക്കെ ചെയ്യുന്നുണ്ട്. അവന് 2nd പൊസിഷനാണ് കിട്ടിയത്. നമുക്കൊന്നും ഗിഫ്റ്റൊന്നും തിരിച്ചു കിട്ടില്ല. അങ്ങനെ നമ്മൾ ജസ്റ്റ് പൊസിഷനൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത ബൈക്കിലേക്ക് അപ്പച്ചനും മോനും കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരുടെ ഡ്രൈവിംഗ് ഒക്കെ ഇങ്ങനെ മുമ്പോട്ട് പോവാണ്. അപ്പം അമ്മച്ചിക്ക് ഒരാഗ്രഹം, അമ്മച്ചിക്ക് കാർ ഡ്രൈവ് ചെയ്ത് നോക്കണമെന്ന്. അപ്പം അമ്മച്ചിക്കും നമ്മളൊരു അവസരം കൊടുക്കുകയാണ്. അങ്ങനെ അമ്മച്ചി കാറൊക്കെ ഡ്രൈവ് ചെയ്തു. കുറച്ച് നേരം ഇരുന്നുള്ളൂ. അതിനുശേഷം മോൻ്റെ ഡ്രൈവിംഗ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അപ്പച്ചനും ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കുമാണ് ബൈക്ക് ഓടിക്കാൻ ആഗ്രഹം വന്ന് ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനും നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. അവിടെ കോയിൻ ഇടാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലമുണ്ട്. അവിടെ നമ്മൾ കോയിൻ ഇട്ടിട്ട് വേണം. അല്ലെങ്കിൽ നമുക്ക് ATM വെച്ചിട്ട് നമുക്ക് നമുക്ക് സ്കാൻ ചെയ്തിട്ട് നമുക്ക് പേയ്മെൻറ്റ് നടത്താം. അങ്ങനെയാണ് ഇവർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊച്ചുമോൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളഞ്ഞ് ബൈക്ക് ഓടിക്കുന്നുണ്ട്. പക്ഷെ അപ്പച്ചനാണെങ്കിൽ ഒരിടത്ത് ഇരിക്കുന്നിടത്തുനിന്ന് ഇരുന്നങ്ങ് പോവാണ്. അപ്പച്ചൻ്റെ നാട്ടിലത്തെ ആക്റ്റീവ് ഓടിക്കുന്ന പോലെ അടങ്ങി ഒരിടത്ത് ഇരിക്കുകയാണ്. അപ്പോൾ അമ്മച്ചിയാണെങ്കിൽ ക്യാപ്പൊക്കെ മാറ്റി വെക്കാൻ മേ ബി കാണുന്നുണ്ടാകത്തില്ല എന്നും പറഞ്ഞ് ക്യാപ്പൊക്കെ താത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പക്ഷെ അപ്പച്ചൻ ഓൾറെഡി തണുപ്പൊക്കെ കാരണം ക്യാപ്പൊക്കെ കെട്ടി വെച്ചേക്കാണ്. ഓക്കെ, അങ്ങനെ അവരുടെ ബൈക്കൊക്കെ ഇങ്ങനെ റേസ് കഴിഞ്ഞു. അപ്പം മോനാണ് 5th പൊസിഷനായിപ്പോയി. അപ്പം അവനത് കഴിഞ്ഞിട്ട് അപ്പച്ചൻ്റെ എന്തോ ആയെന്ന് നോക്കിയിട്ട് അടുത്ത എന്താണെന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പച്ചന് 3rd പൊസിഷൻ കിട്ടി. അങ്ങനെ നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചിറങ്ങി കേട്ടോ. ഇവിടെയാണ് ഇനി നമ്മൾ നെക്സ്റ്റ് കയറാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഈ ഒരു റൈഡിൻ്റെ മേളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഓഡിയൻസിനെ ഈ ഒരു യൂറോപ്പ പാർക്കിൻ്റെ ഫുൾ വ്യൂ കാണിക്കാൻ പറ്റും. അപ്പം ഞാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ എന്നാൽ ഇതിൽ കയറാം. പക്ഷേ ഇവർക്ക് ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ല, മേറി കയറിയ തണുക്കുമോ അങ്ങനെയുള്ള പേടി കാരണം. അപ്പം ഞാൻ പറഞ്ഞു ഫുൾ ഗ്ലാസ് കൊണ്ട് കവേർഡാണ്, അപ്പം നമുക്ക് കാറ്റോ തണുപ്പോ ഒന്നും അടിക്കില്ല. അങ്ങനെ നമ്മളെല്ലാവരും കൂടി പതുക്കെ അവിടേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. കണ്ടോ, ഒരു വലിയ മെഴുകുതിരി പോലത്തെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് കണ്ടോ. ഡെക്കറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ഔട്ട് ഓഫ് 10 കൊടുക്കേണ്ട വരും. നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. സമ്മറിൽ ഞാൻ വരുമ്പോൾ ഇവിടെയൊക്കെ വേറൊരു ലുക്കിലാണ് ഇരിക്കുന്നത്. അപ്പം ഞങ്ങൾ ക്യൂ ഒക്കെ നിന്നു. ശരിക്കും ലോങ് വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ മുമ്പിലുള്ളവർ പോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ ഈ സംഭവം ഇങ്ങനെ മേളിപ്പോവും. സഡനായിട്ട് പെട്ടെന്ന് താഴെ വരുന്ന നമ്മളുടെ വണ്ടർലയിലത്തെ പോലെ സംഭവമല്ല, അതുപോലത്തെ ഉണ്ട്. പക്ഷെ അതിൽ നമ്മൾ കയറിയില്ല, ഇവർക്കൊക്കെ പേടിയാണ്. അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കുറച്ച് ദൃശ്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. എന്താ അപ്പം എൻ്റെ മോൾ ഓരോരോ സംഭവങ്ങളൊക്കെ ഇങ്ങോട്ട് കാണിക്കുകയാണ് ക്യാമറയിൽ. ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചിരിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പല പല ആക്റ്റുകളൊക്കെ കാണിക്കുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. അങ്ങനെ വെയിറ്റിംഗ് കഴിഞ്ഞു. ഇനിയിപ്പം നമ്മളുടെ ടേണാണ്, നമ്മൾ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം അവിടെ ഇങ്ങനെ എത്ര ആൾക്കാരുണ്ടെന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ കയറ്റുന്നത്. അപ്പം നമ്മൾ 5 മെമ്പേഴ്സാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം നമ്മളാണ് ലാസ്റ്റായിട്ട് കയറുന്നത്. അത് കഴിഞ്ഞിട്ട് ആ റൈഡ് ക്ലോസ് ചെയ്ത് നമ്മൾ മേളിലേക്ക് പോവാണ്. അപ്പം നമ്മൾ കയറി ഇരുന്നു. അപ്പം നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളെ അതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇതാണ് നമ്മളുടെ ഈ റൈഡിലിരിക്കുമ്പം നമ്മളുടെ ഓരോ പാർക്കിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ.
അപ്പം ഇതിങ്ങനെ കറങ്ങി നമുക്ക് ഫുൾ കാണാൻ പറ്റും. ഈ 95 ഹെക്ടേഴ്സ് നമുക്ക് ഈ തണുപ്പത്ത് നടക്കാവുന്ന കാര്യം പോസിബിളേ അല്ല. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഓഡിയൻസിനെ ഒറോപ്പ പാർക്ക് മൊത്തമായിട്ട് ഈ ലൈറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് കാണിക്കാം. അങ്ങനെയാണ് ഞാൻ ഈ റൈഡ് സെലക്ട് ചെയ്യാനുള്ള കാരണം. അപ്പം നിങ്ങൾക്ക് മൊത്തത്തിൽ ഇങ്ങനെ കാണാൻ പറ്റുമല്ലോ. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ മേളിൽ ഈ റൈഡിൽ ഇരുന്നിട്ടുള്ള ഒറോപ്പ പാർക്കിൻ്റെ വ്യൂ. ഇത് അപ്പുറത്ത് കുറേ ലൈറ്റ് കാണുന്ന കണ്ടില്ലേ, അതാണ് റൊളാൻഡിക്ക. അങ്ങനെ ഒരു ഫുൾ ലൈറ്റിൻ്റെ സെറ്റപ്പൊക്കെ ആയിട്ട് അപ്പുറത്തൊരു ഫുൾ ബിൽഡിംഗ് ഒക്കെ ആയിട്ട് കാണുന്നതാണ് റൊളാൻഡിക്ക. അപ്പം ഈ ഒരു ഫുൾ കാണുന്നത് മുഴുവൻ ഒറോപ്പ പാർക്കാണ്. നമ്മളിവിടെ മുഴുവൻ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. തണുപ്പാണ്, പാരൻസിനെ കൊണ്ട് പോകുന്നതാണ്. പ്രായമുള്ള പാരൻസ് ഉണ്ട്, കുട്ടികളുണ്ട്. നമുക്ക് നടന്ന് പലയിടത്ത് എത്തുന്നത് പോസിബിൾ അല്ല. അതിൻ്റെ കൂടെ നമ്മളുടെ കയ്യിൽ ഈ വാഗൻ ഉണ്ടായതുകൊണ്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു ട്രെയിനിൽ കയറി പോകുന്നതും വലുതായിട്ട് പോസിബിൾ അല്ല. കാരണം സാധാരണ ഞാൻ എല്ലാ തവണയും കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ വാഗനിൽ പോയാലും ശരി, അത് അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് ഞാൻ ട്രെയിനിൽ കയറി പോകാറുണ്ട്. പക്ഷേങ്കിൽ പപ്പയും മമ്മിയും ഉണ്ടായതുകൊണ്ട് ഇവർക്ക് ഫുഡൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ട്. അപ്പം ചൂടുവെള്ളമൊക്കെ കരുതിയിട്ടുണ്ട്. അപ്പോഴെങ്ങാനും ദാഹിക്കുകയോ എന്തെങ്കിലും ഷുഗർ വല്ലതും ഡൗൺ ഒക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുഡും അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ അവൈലബിൾ ആയിട്ട് വേണമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ വാഗൻ കൊണ്ട് എപ്പോഴും കൂടെ നടക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെയായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീൻസാണ്. അപ്പം നിങ്ങൾ വിൻ്ററിൽ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല ഒറോപ്പ പാർക്കിൽ വരാൻ വേണ്ടിയിട്ട്. ബട്ട് സ്റ്റിൽ ഇങ്ങനെയൊക്കെ കാണണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് വരാം. ബട്ട് സമ്മറിലാണ് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ. ഞാൻ സമ്മറിലും ഇനിയും ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരും. അപ്പോൾ ഫുൾ പൂക്കളാണ്, കളർഫുൾ പൂക്കളാണ്. അപ്പം നമ്മളുടെ റൈഡൊക്കെ കഴിഞ്ഞു, നമ്മൾ തിരിച്ചു വന്നു. അടുത്ത വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിക്കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ ഓടിക്കൂടി ഇറങ്ങി. അതിന് ശേഷം തീ കത്തിക്കുന്നിടത്ത് വന്നു, പിന്നെയും കൈ ചൂടാക്കുകയാണ്. അമ്മച്ചി ഡാൻസിൻ്റെ സ്റ്റെപ്പൊക്കെ ഇട്ട്, അപ്പോൾ കൊച്ചുമോനും അതുപോലൊക്കെ കാണിച്ച് ഇങ്ങനെ പല പല കാര്യങ്ങളായിട്ട് നമ്മൾ മുമ്പോട്ട് പോകണം. അപ്പോഴാണ് ദാണ്ടെ ഒരു ഫോട്ടോ ഫ്രെയിം കണ്ടത്. അപ്പം എല്ലാവർക്കും അതിൽ കയറണം എന്നാഗ്രഹം. അപ്പച്ചനും മോനും ദാണ്ട് മാസ്ക് വെച്ചേക്കുന്ന പോലെയൊക്കെയാണ്, കാരണം തണുപ്പ് കാരണം. അതിന് ശേഷം മോള് വന്ന് നിൽപ്പുണ്ട്, പിന്നെ അമ്മച്ചിയുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ എടുത്ത് അവിടെ നിന്നു. അതിനുശേഷം ഇങ്ങനെയാണ് ഈ ഒരു ഗ്ലോബിൻ്റെ അകത്ത് ഒരു ഷോ ആണ് കേട്ടോ. കുറച്ച് വീഡിയോ പോലൊക്കെ ഇങ്ങനെ ഒരു ഷോ ആണ്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അത് കാണാമെന്ന് വിചാരിച്ചു ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ക്രിസ്മസ് അല്ലേ, ക്രിസ്മസിൻ്റെ തീമിലാണ് അവർ ആ ഷോ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒറോപ്പ പാർക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് നിൽക്കുന്ന എല്ലാവർക്കും ഇത് കാണാൻ പറ്റും. ഈ ഗ്ലോബിൻ്റെ മണ്ടയിൽ നടക്കുന്ന ഈ ഒരു സ്ക്രീൻ വഴി പ്രൊജക്റ്റ് ചെയ്താണ് അവർ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം ഇതിങ്ങനെ കാണാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഫുൾ വീഡിയോ ഇതിൽ പകർത്തിയെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ സമ്മറിലായി കഴിയുമ്പം ഞാൻ ഈ പൂളിൽ വന്നിട്ട് കണ്ടില്ലേ, ഈ വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്, അവിടെ വന്നിട്ട് നമ്മൾ സമ്മറിലാകുമ്പോൾ നടന്ന് ടയേർഡായിട്ട് കാല് വേദനയെടുക്കും. അപ്പം ഞാൻ വെള്ളത്തിൽ കാല് മുക്കി ഇങ്ങനെ ഇരിക്കാറുണ്ട്. അപ്പം ഈ സ്ഥലമൊക്കെ എനിക്ക് ഭയങ്കര ഫെമിലിയറാണ്. അപ്പം നിങ്ങൾ കുറച്ച് നേരം നല്ല ഷോ ആണ്. ഇങ്ങനെ ലൈറ്റ് കൊണ്ട് പല പല രീതിയിലുള്ള കാര്യങ്ങൾ ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേർഡ് കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് ഒറോപ്പ പാർക്കിൽ അവർ പല കാര്യങ്ങളായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഭയങ്കര ഐഡിയാസാണ് അവർക്ക്. അങ്ങനെ നമ്മളിങ്ങനെ ഷോ ഒക്കെ മുമ്പോട്ട് പോവാണ്. ഇങ്ങനെ ലൈറ്റാണ്, ഫുൾ ലൈറ്റാണ്. പിന്നെ അടുത്ത ഒരു വിൻ്ററിൽ പൂക്കുന്ന ഒരു പൂവാണിത് കേട്ടോ. ആ പൂവ് പ്രത്യേകം അവർ അറേഞ്ച് ചെയ്ത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഷോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് അല്ലാത്തത് പറഞ്ഞു തരാം. അപ്പം നമ്മൾ ഹോട്ടൽസ് ഒക്കെ ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തെ ഹോട്ടലിനേക്കാളും ഇതിൻ്റെ പുറത്ത്, മീൻസ് ഈ ഒറോപ്പ പാർക്കിൻ്റെ പുറത്ത് അടുത്തായിട്ട് തന്നെ കുറച്ച് അല്ലാത്ത ഹോട്ടൽസ് ഉണ്ട്. അവിടെയൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ചീപ്പായിട്ട് നമുക്ക് റേറ്റ് കിട്ടും. പക്ഷേ നമ്മൾ ഒറോപ്പ പാർക്കിൻ്റെ അകത്തുള്ള ഹോട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ റേറ്റ് കൂടുതലായിരിക്കും. അപ്പം നിങ്ങൾ ഇവിടെ വന്ന് 2 ദിവസം സ്റ്റേ ചെയ്ത് ഒറോപ്പ പാർക്ക് കാണാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഇവിടുന്ന് പുറത്ത് ഇങ്ങനെ ഹോട്ടൽസ് എടുക്കുക, അല്ലെങ്കിൽ ഫേരിയൻ മോണും പോലത്തെ സംഭവങ്ങളുണ്ട്. ഫേരിയൻ മോണു എന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കേഷൻ ഹൗസ്. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അഫോർഡബിൾ ആയിരിക്കും, ചീപ്പായിരിക്കും. നിങ്ങൾക്ക് നമ്മൾ ടിക്കറ്റ് തന്നെ ഇത്രയും രൂപയാവും, ഒരു 68 യൂറോ ആവും വിൻ്ററിൽ. അത് സമ്മറിലൊക്കെ ആകുമ്പോഴത്തേന് 73 യൂറോ ആ ഒരടുത്താവും അഡൽട്ട്സിന്. അപ്പം അതിനനുസരിച്ച് നമ്മളുടെ ടിക്കറ്റിൻ്റെ പൈസ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും.
അപ്പം നമ്മൾ അത് നോക്കി എല്ലാം ഒന്ന് എന്താണ് അറേഞ്ച് ചെയ്തിട്ട് വേണം നമ്മൾ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹോട്ടലിൽ പുറത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. അത് ഞാൻ പുറത്തുള്ള ഹോട്ടൽ മാത്രമേ പ്രിഫർ ചെയ്യുന്നുള്ളൂ കൂടുതലായിട്ടും. അകത്ത് വേണമെങ്കിൽ കുറച്ചുകൂടെ എൻ്റർടൈൻഡ് ആണ്, പക്ഷേ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് പുറത്തുള്ള ഹോട്ടൽസോ അല്ലെ ഫേരിയും മോണുങ്ങോ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഷോ ഒക്കെ കഴിഞ്ഞു മുമ്പോട്ട് നടക്കാൻ തുടങ്ങി. കുറച്ച് ദൃശ്യങ്ങൾ ഇതാ കണ്ടല്ലോ. ഓരോ ക്രിസ്മസ് ട്രീ ഞാൻ പറഞ്ഞില്ലേ, പൈൻ ട്രീ വെട്ടിയിട്ട് ഇവർ പെയിൻ്റ് അടിച്ചേക്കാണ്, സ്പ്രേ പെയിൻറ് ചെയ്തേക്കാണ്. അതിൻ്റെ അകത്ത് ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഇട്ട് അറേഞ്ച് ചെയ്തേക്കുന്നതാണ്. പിന്നെ ഓരോരുത്തടത്തും ഇങ്ങനെ ഫോട്ടോ ഫ്രെയിംസ് ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാവുന്ന പലതരത്തിലുള്ള കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോകുന്നു നമ്മുടെ ഓരോപ്പോ പാർക്കിലെ കാഴ്ചകൾ. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് നടക്കുകയാണ്. അപ്പം നമ്മൾ പ്ലാൻ ചെയ്തു മതി, ഇനി നമ്മൾ ഒരുപാട് കൂടുതൽ റൈഡ്സിൽ കയറണം. അപ്പോൾ അതാ നമ്മളുടെ എഡ് വെയിറ്റ് ചെയ്യാണ്. നമുക്ക് ഫോട്ടോ എടുക്കേണ്ടവർക്ക് ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാം. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ, ഒരു സ്റ്റേജ് ഉണ്ട്, അവിടെ നമുക്ക് ഏറ്റവും അവസാനം എഡിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാവുന്നത്. അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. മോനും ഞാനും മോളും കൂടെയാണ് പോകുന്നത്. അപ്പച്ചനും അമ്മച്ചിയും ഷാനും താഴെ വെയിറ്റ് ചെയ്യാണ്. ഷാനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം എന്താ ആടത്തിനെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. എഡാണെങ്കിൽ നല്ല സ്വീറ്റായിട്ടാണ് അവർ നമ്മളുടെ കുട്ടികളോടൊക്കെ പെരുമാറുന്നത്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ട് നിന്നു. അങ്ങനെ ഞങ്ങൾ 2-3 ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പം മോളേതാ എഡ് ഇങ്ങനെ തൊട്ട് നോക്കുകയാണ്. അങ്ങനെ മോളുടെ അടുത്ത് ഹായ് പേരെന്താന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു ഹ്യൂമൻ ആണല്ലോ. അങ്ങനെ നമ്മൾ ബൈ ഒക്കെ പറഞ്ഞ് എഡിൻ്റെ അടുത്ത് ബൈ ഒക്കെ പറഞ്ഞു നമ്മൾ തിരിച്ച് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ അതിൻ്റെ കൂടെ കുറച്ച് വ്യൂസും കൂടെ കണ്ടോ, റെഡ് ട്രീയുടെ കളറ് അതൊക്കെ എനിക്ക് കണ്ടിട്ട് ഒരുപാട് നമുക്കൊരു നല്ലൊരു വൈബ് തോന്നും. ഒരു വിൻ്ററിൽ നമുക്കൊരു നല്ലൊരു വൈബായിട്ടാണ് തോന്നുന്നത്. ഈ ലൈറ്റും ഇതൊക്കെ കാണുമ്പോൾ ഒരു സമാധാനം. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ എന്താ ഒരുത്തനാണെങ്കിൽ എഡിൻ്റെ ടോയിനെ വേണം. അപ്പം എഡിൻ്റെ ഇച്ചിരി വലിയ ടോയ്ക്ക് 50 യൂറോയും ഒരു കുഞ്ഞു ടോയ്ക്ക് 25 യൂറോയാണ്. അപ്പം ഞാൻ 25 യൂറോയുടെ ഒരു ടോയിനെ അമ്മച്ചിയും ഷാനും കൂടെ വാങ്ങിച്ചിട്ട് പിള്ളേർക്ക് കൊടുത്തു. അങ്ങനെ അതാ മോളുടെ കയ്യിലിരിക്കുന്ന ആ ടോയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നടക്കാൻ തുടങ്ങി. തിരിച്ച് എൻട്രൻസിൻ്റെ അവിടേക്ക് പോവാണ്. അവിടുത്തെ ഡെക്കറേഷനൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. നല്ല രസമാണ്. കണ്ടില്ല, ഇങ്ങനെ ടിങ്കിൾ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മളുടെ ഓരോപ്പോ പാർക്കിലെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പതുക്കെ കഴിയാണ്. അങ്ങനെ നമ്മൾ ഓരോപ്പോ പാർക്കിൽ നിന്ന് തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ കാർ പാർക്കിങ്ങിന് ഓൾറെഡി മീൻസ് അവിടെ നിന്ന് നേരത്തെ പേയ്മെൻറ്റ് ചെയ്ത് നമ്മൾ ടിക്കറ്റിൻ്റെ കാർഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കവാടത്തിൽ കൂടെ തിരിച്ചിറങ്ങുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ അങ്ങോട്ട് കയറിപ്പോയത്. മോളുടെ കയ്യിൽ നിന്ന് ടോയ് താഴെ വീണു. അപ്പോൾ ഒരു പുള്ളിക്കാരി ടോയൊക്കെ എടുത്ത് തിരിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞങ്ങൾ പതുക്കെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഓരോപ്പോ പാർക്കിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പപ്പയും മമ്മിയുണ്ട്, മോനുണ്ട്. അങ്ങനെ മമ്മിയൊക്കെ ഇങ്ങനെ സ്പീഡ് നടക്കുകയാണ്. തണുപ്പ് കാരണം ഓടുകയാണ്. ബൈ ഒക്കെ പറയുന്നുണ്ട്. അവർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആണ്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.